ഞാൻ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ തുടങ്ങിയിട്ട് 2-3 വർഷങ്ങളേ ആയുള്ളൂ. പക്ഷേ ഭാരതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതിനു മുൻപും എൻ്റെ അറിവിൻ്റെ മേഖലയിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഒരു സെക്കുലർ കൺട്രിയാണ്. അപ്പോൾ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട് ഏതു മതത്തിനും. പക്ഷേ ഭാരതത്തിൽ പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടത്തിൽ, മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, മുൻകാലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം ഭരണഘടനയുടെ സർവ്വവിധ ഭരണഘടന നൽകുന്ന സർവ്വവിധ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് പലപ്പോഴും പല സംഭവങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവർക്കെതിരെ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഭാരതത്തിൽ മാത്രമല്ല വിദേശത്തും എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വളരെ പ്രത്യേകമായിട്ട്, വളരെ കൃത്യതയോടെ പറഞ്ഞാൽ, ഈ പിറവി തിരുനാളിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഇവിടെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു വിധത്തിൽ പറഞ്ഞാൽ 2 മുഖമായിട്ട് നമ്മുടെ നേതൃത്വത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് ക്രൈസ്തവ സഭയെ അംഗീകരിക്കുന്നു, വിലമതിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെ ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതുന്നു എന്നൊക്കെ പറയുകയും ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും, ഇനി കൃത്യതയോടെ ഞാൻ തുറന്നു പറഞ്ഞാൽ പ്രധാനമന്ത്രി തന്നെ ഒരു ദേവാലയത്തിൽ പോയി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തു എന്നുള്ളത് ഒരു ഭാഗത്ത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. നമ്മുടെ തന്നെ പുതിയ ഉപരാഷ്ട്രപതി ഡൽഹിയിൽ കത്തോലിക്ക ബിഷപ്സിൻ്റെ CBCI സംഘടിപ്പിച്ച ക്രിസ്മസ് സെലിബ്രേഷനിൽ ചീഫ് ഗസ്റ്റായിട്ട് വരികയും അദ്ദേഹവും സഭ ചെയ്യുന്ന, ക്രിസ്തീയ സമൂഹം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ പറയുകയും വിലമതിക്കുകയും, അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ എന്ന നിലയിൽ ഇവിടെ വളർന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അംഗീകരിക്കുകയും എല്ലാം ചെയ്തു. പക്ഷെ മറുവശത്ത് ഈ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ ക്രിസ്മസ് നാളിൽ പ്രവർത്തന ദിവസമായിട്ട് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഭരണപക്ഷം അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. എങ്കിൽ തന്നെയും ചില തീവ്രവാദി സംഘടനകൾ, തീവ്ര നിലപാടുള്ള വ്യക്തികൾ ക്രൈസ്തവ സമൂഹത്തെ ആക്രമിക്കുകയും ആഘോഷങ്ങളെ അലങ്കോലപ്പെടുത്തുകയും കേരളത്തിൽ പോലും അപ്രകാരമുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ നല്ല പാരമ്പര്യത്തിന് ഒട്ടും നിരക്കുന്ന കാര്യമല്ല. എന്നാൽ ഈ ഒരു ഭാഗത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, വിലമതിക്കുന്നു എന്ന് പറയുന്ന നേതൃത്വം ഒരിക്കലും ഈ അണികളെ അവർ ചെയ്യുന്ന ശരിയല്ലെന്നും ഇത് ഇന്ത്യയുടെ മതേതരത്വത്തിന് ചേർന്നതല്ലെന്നും ഒരിക്കലും പറഞ്ഞ് നിയന്ത്രിക്കുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എന്നും അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുള്ള ഒരു നിലപാടാണ് അത്. ഒരു ഭാഗത്ത് ഇപ്രകാരമുള്ള അംഗീകാരം പറയുകയും മറുഭാഗത്ത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സെക്കുലർ നേച്ചറിനെ, അതിൻ്റെ ആ ഒരു സൗന്ദര്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു നിയന്ത്രണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും എനിക്ക് എതിരഭിപ്രായം തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നത്. നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈവൻ
ഒറീസ പോലുള്ള സ്ഥലങ്ങളിലും രാജസ്ഥാനിലും എല്ലാം ഈ അടുത്ത കാലത്ത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി. ചില നേതാക്കൾ വളരെ ഓപ്പണായിട്ട് ക്രൈസ്തവ സമൂഹത്തെ ആക്രമിക്കുകയും ഇപ്രകാരം ചെയ്യുന്നവർക്ക് പാരിതോഷികം നൽകും എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടും അവരെല്ലാം സർവസ്വതന്ത്രരായിട്ട് ഇവിടെ വിലസുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നോ നിയമപരമായിട്ടുള്ള യാതൊരു നടപടികളും ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമീപനത്തോടും പ്രതികരണത്തോടുമൊക്കെയാണ് നമുക്കെന്നും വിഷമം തോന്നിയിട്ടുള്ളത്. കേരള കത്തോലിക്ക സമൂഹമോ ഭാരത കത്തോലിക്ക സമൂഹമോ ക്രിസ്തീയ സമൂഹമോ എന്നും രാഷ്ട്രത്തോടുള്ള സ്നേഹവും രാഷ്ട്ര നിർമ്മിതിയിലുള്ള പങ്കാളിത്തവും സംഭാവനകളും എന്നും നൽകിയിട്ടുണ്ട്. അത് ഇനി തുടരുകയും ചെയ്യും. ആരും നോക്കാനില്ലാത്തവരെയും ആരും ചെന്ന് പറ്റാത്ത മേഖലകളിലുമെല്ലാമാണ് ക്രൈസ്തവ മിഷണറിമാർ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്. അതിനെയൊക്കെ വിലമതിക്കുവാനും അത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അംഗീകരിക്കുവാനും എല്ലാവർക്കും സാധിക്കുക. എല്ലാ മതങ്ങൾക്കും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം നൽകുക. അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ പാരമ്പര്യവും വളരെ സവിശേഷവും ശ്രേഷ്ഠവുമായിട്ടുള്ള ചൈതന്യവുമായിരുന്ന സമുദായങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള, മറ്റു മതങ്ങളെ ഉൾക്കൊള്ളുവാനും സ്വാഗതം ചെയ്യുവാനുമുള്ള ഒരു സന്നദ്ധതയൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുമൊക്കെയാണ് ഇന്ന് ആവശ്യം. വ്യക്തിപരമായിട്ട് ഞാൻ താമസിക്കുന്ന രംഗത്തോ ആ മേഖലയിലോ നമുക്ക് ഉണ്ട് എന്ന് പറയത്തില്ല. പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്നത് ഉത്തർപ്രദേശിൽ ആഗ്ര അടുത്ത ഇറ്റാവ ജില്ലയിലാണ്. ഇറ്റാവ ജില്ലയിൽ നമ്മുടെ മിഷൻ പ്രവർത്തനം തുടങ്ങുന്നത് 1975-ലാണ്. പക്ഷെ അന്നു മുതൽ അവിടെ അതൊരു സത്യം പറഞ്ഞാൽ വളരെ അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഡെക്കോയിറ്റ്സിൻ്റെ സ്ഥലമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ മിഷൻ പ്രവർത്തനം നടത്തി അവിടെ തീർച്ചയായിട്ടും വലിയൊരു വികസനം വന്നിട്ടുണ്ട്. അവിടുത്തെ വ്യക്തികൾക്ക്, ആൾക്കാർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാവിധത്തിലുമുള്ള വികസനം വന്നു, വളർച്ച വന്നു എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ മുതിർന്ന തലമുറയ്ക്ക് ക്രൈസ്തവ സമൂഹം അവിടെ വരികയും അവിടെ ശുശ്രൂഷ ചെയ്യുകയും അതിലൂടെ വന്നിട്ടുള്ള മാറ്റവും എല്ലാം അറിയാവുന്നത് കൊണ്ട് ആ പ്രദേശത്തുള്ളവർക്കെല്ലാം എന്നും ബഹുമാനവും സ്നേഹവും താല്പര്യവുമാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക ശൈലി കൊണ്ട് അല്ലെ രീതി കൊണ്ട് രാഷ്ട്രീയവും മതവും ഒക്കെ കൂട്ടിക്കലർത്തുമ്പോഴാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക അജണ്ട വെച്ച് ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ പ്രവർത്തിക്കുമ്പോഴും അതിന് തടസ്സമായിട്ട് ക്രൈസ്തവ സമൂഹമോ മിഷണറിമാരോ പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടെടുത്താണ് പലപ്പോഴും മിഷണറി പ്രവർത്തനത്തെ പോലും നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുകയും ഈവൻ വിദേശ മതമാണെന്നൊക്കെ പറയുകയും എല്ലാം ചെയ്യുന്നത് ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം മതജീവിതത്തിലേക്ക് കലർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നത് കൊണ്ടാണ്.